ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു വിങ്സ് അക്കാഡമി. നമ്മളത് ഇന്ന് പഠിക്കാൻ പോകുന്ന 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ പേയേഴ്സ് ഓഫ് ഇക്വേഷൻ. നമുക്കറിയാം 9ാം ക്ലാസ്സിന്റെ സിലബസ് മാറി അല്ലെ, പുതിയ സിലബസ് വന്നേക്കണം. കഴിഞ്ഞ വർഷം വരെ ഏരിയ ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. പക്ഷേ ഈ വർഷം പേയേഴ്സ് ഓഫ് ഇക്വേഷൻ ആണ് നമുക്ക് എന്ത് പഠിക്കാനുള്ളത്, ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കാനുള്ളത്. അതിൽ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടന്റ് ആയ ഒരു 6 ക്വസ്റ്റ്യൻ ആണെന്ന് പറയാൻ പോകുന്നത്. നമുക്ക് ചോദ്യത്തേക്ക് പോകട്ടാ, ശ്രദ്ധിച്ചിരിക്കണം കേട്ടാ. അപ്പൊ നേരത്തെ ചോദ്യം വായിക്കാട്ടാ. 256 നോക്കിയാ, ശ്രദ്ധിച്ചോട്ടാ, ശ്രദ്ധിച്ചിരിക്കണേ. 256 added to a number. 256 എന്ന് പറയുന്ന നമ്പർ ഒരു നമ്പറിന്റെ ഒപ്പം കൂട്ടി അല്ലെ. ആ നമ്പർ നമുക്ക് അറിയില്ല, അതുകൊണ്ട് നമ്മൾ എന്തെടുത്ത് എക്സ് എന്ന് എടുത്ത് അല്ലെ. 256 എന്ന് പറയുന്ന ഒരു നമ്പർ എന്തിന്റെ ഒപ്പം കൂട്ടി അല്ലെ, ആഡ് ചെയ്തു. പ്ലസ് എന്തിന്റെ ഒപ്പം എ നമ്പർ എന്തെഴുതാ, എക്സ് അറിയില്ല, ആ നമ്പർ അറിയാത്തത് കൊണ്ട് എക്സ് എന്ന് കൊടുത്ത് ഈസിക്കൽ ടു 452. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി നമ്പർ, ഏത് നമ്പർ ആയിട്ടാണ് ആഡ് ചെയ്തത്, അതായത് എക്സ് എന്ന് പറയുന്ന നമ്പർ ഏതാണ്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി എക്സിന്റെ ഒപ്പമുള്ള അതാണ് 256 ഞാൻ എന്ത് ചെയ്യണം, അപ്പുറത്തെ സൈഡിലേക്ക് 452 അടുത്ത് കൊണ്ടുപോകണം. ഈ എക്സ് ഈസിക്കൽ ടു, എക്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ 256 ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോയി. ഈസിക്കൽ ടു 452 മൈനസ് 256. നമുക്ക് ചെയ്ത് നോക്കാട്ടാ. 452 മൈനസ് 256 അല്ലെ. ഇവിടെ നോക്കിയടാ, 6നേക്കാളും ചെറുതാണ് അല്ലെ, 6നേക്കാളും ചെറുതാണ്. അപ്പൊ എന്ത് ചെയ്യാ, കടം വാങ്ങണം. എത്രയായി, 4 ആയി. ഇവിടെ എത്രയായി, 12 ആയി. 12 4 കുറച്ച 6. ഇനി നോക്കിയടാ, ഇവിടെ നോക്കിയേ, 5നേക്കാളും ചെറുതായി പോയില്ലേ 4. എന്ത് ചെയ്യും, അപ്പോ അപ്പുറത്ത് കടം വാങ്ങണം. 4 എന്തായി, 3 ആയി. ഈ 4 എന്തായി, 14 ആയി. 14 5 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ് മക്കളെ, 9. എത്രയാണ്, 9. 3 2 കുറച്ച 1 അല്ലെ. അപ്പൊ എക്സ് ഈസിക്കൽ എന്ത് കിട്ടി, എക്സ് എന്ത് കിട്ടി, 196. എക്സ് എന്ത് കിട്ടി മക്കളെ, 196. സെറ്റ് അല്ലേടാ. അടുത്ത ദിവസം നോക്കിയടാ. പ്രിയ പെയ്ഡ് 1100. അതായത് പ്രിയ വാങ്ങി, എന്തൊക്കെയാ വാങ്ങിക്കണ, ബാഗും ഷൂസും വാങ്ങിയിട്ടുണ്ട്. 1100 രൂപക്ക് പ്രിയ ബാഗും ഷൂസും വാങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് സെന്റൻസിൽ അതാ പറഞ്ഞേക്കണം കേട്ടോ. രണ്ടാമത്തെ നോക്കി, എ ബാഗ് കോസ്റ്റ് ₹300 മോർ ദാൻ എ ഷൂസ്. അതായത് ഷൂസിനേക്കാളും 300 രൂപ കൂടുതലാണ് എന്തിന്, ബാഗിന്. ഷൂസിനേക്കാളും 300 രൂപ കൂടുതലാണ് ബാഗിന്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി പ്രൈസ് ഓഫ് ഈച്ച്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദി പ്രൈസ് ഓഫ് ഷൂസ് ആൻഡ് ബാഗ്, വാട്ട് ഈസ് ദി പ്രൈസ് ഓഫ് ഷൂസ് ആൻഡ് ബാഗ്. അങ്ങനെ ഒരു ബാഗിനും ഒരു ഷൂസിനും എത്രയായി. ഓക്കെ, നമുക്കറിയില്ല, രണ്ടും അറിയില്ല, രണ്ടിന്റെ കോസ്റ്റ് അറിയില്ല, പക്ഷെ ടോട്ടൽ എമൗണ്ട് അറിയാം. എത്ര, 1100. അപ്പൊ ഞാൻ എഴുതിയാണ് ഷൂസ് ഷൂസിന് ഞാൻ എക്സ് എന്ന് കൊടുക്കുകയാണ്. ഷൂസിന് എന്ത് കൊടുക്കണ്, എക്സ് എന്ന് കൊടുക്കേണ്ട. ഷൂസിന്റെ വില അറിയോ എനിക്ക്, ഇല്ല, അതുകൊണ്ട് എക്സ് എന്ന് കൊടുത്ത്. ഷൂസ് മാത്രമാണോ വാങ്ങിയത്, അല്ല, എന്തും കൂടി വാങ്ങിയിട്ടുണ്ട്, ബാഗും കൂടി വാങ്ങിയിട്ടുണ്ട്. എന്തുകൂടി വാങ്ങിയിട്ടുണ്ട് മക്കളെ, ബാഗും കൂടി. പക്ഷേ അതിനൊരു പ്രത്യേകത ഉണ്ട് അല്ലെ, ഷൂസിനേക്കാളും 300 രൂപ കൂടുതലാണ് ബാഗിന്. ഷൂസിനേക്കാളും 300 രൂപ കൂടുതലാണ് ബാഗിന്. ഷൂസിന്റെ വില എക്സ്, ഷൂസിന്റെ വില എക്സ് അല്ലെ. ഷൂസിന്റെ വില എന്താ എടുത്ത്, എക്സ് അല്ലെ. പ്ലസ് 300 മനസ്സിലായ. ഒരു ഷൂസിന് എക്സ് ആക്കി എടുത്ത്, ഷൂസിന്റെ വില എന്താക്കി, എക്സ് ആക്കി എടുത്ത്. രണ്ടാമത്തെ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കിയടാ. എ ബാഗ് കോസ്റ്റ് ₹300 മോർ ദാൻ ഷൂസ്. ഷൂസിനേക്കാളും 300 രൂപ കൂടുതലാണ് എന്തിന്, ബാഗിന് അല്ലെ. ഷൂസിനേക്കാളും 300 രൂപ കൂടുതലാണ് ബാഗിന്. അപ്പൊ എങ്ങനെ എഴുതി, എക്സ് പ്ലസ് 300. ഇനി നോക്കിയടാ, എത്ര രൂപ മൊത്തം വാങ്ങിയത് അല്ലെ, എക്സ് പ്ലസ് 300 ഈസിക്കൽ ടു 1100. എന്താ കാരണം, എന്താ എഴുതിയത്, ഈ രണ്ട് ഐറ്റംസ് വാങ്ങിയത്, ഷൂസും ബാഗും വാങ്ങിയത് എത്ര രൂപക്കാണ്, 1100. ഷൂസും ബാഗും വാങ്ങിയത് എത്ര രൂപക്കാണ്, 1100 അല്ലേ. നോക്കാം. ഇനി ഈ എക്സും കൂട്ടിക്കഴിഞ്ഞാൽ എന്താവും മക്കളെ, എന്താവും,
2x ആവും അല്ലെ, എന്താവും 2x ആവും പ്ലസ് 300 പ്ലസ് 300 ഈസ് ഇക്വൽ ടു 1100. ഇനി എന്ത് ചെയ്യണം ഒരു 300 നിൽക്കണുണ്ടോ, 300 ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടോ അല്ലെ, 1100 അടുത്ത് കൊണ്ടോ അല്ലെ. അപ്പൊ ഇവിടെ ആര് മാത്രം 2x ഈസ് ഇക്വൽ ടു 1100 മൈനസ് 300 ഈസ് ഇക്വൽ ടു എന്താവും 2x ഈസ് ഇക്വൽ ടു 1100 ന്ന് 300 കുറച്ച് എത്രയാണ് മക്കളെ, എത്രയാണ്ടാ 800. ഓക്കെ, ഇനി എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, എക്സിന്റെ കൂടെ ഉള്ളതാരാ 2. എന്ത് 2 ആണ്, മൾട്ടിപ്ലിക്കേഷൻ 2 അല്ലെ, എന്ത് 2 ആണ്, മൾട്ടിപ്ലിക്കേഷൻ 2. ആ മൾട്ടിപ്ലിക്കേഷൻ അപ്പുറത്തെ സൈഡിൽ 800 അടുത്ത് പോകുമ്പോ എന്താവും, ഡിവിഷൻ ആവും അല്ലെ, 800/2. എക്സ് എന്താവും, എക്സ് ഈസ് ഇക്വൽ ടു എന്താവും 400. എക്സ് കിട്ടി, ഷൂസിന്റെ വാല്യൂ കിട്ടി എത്രയാണ് 400. അപ്പൊ ബാഗിന്റെ വാല്യൂ എന്തായിരിക്കും 300 പ്ലസ് 400 എത്ര 700. ബാഗിന്റെ വാല്യൂ എന്തായിരിക്കും 700 അല്ലേ, ബാഗിന്റെ വാല്യൂ എന്തായിരിക്കും 700. സെറ്റ് അല്ലേടാ, വല്ല പണിയുണ്ടോ, ഇല്ല മക്കളെ. അപ്പൊ നമ്മൾ 2 ചോദ്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 3ാമത്തെ ചോദ്യം ചെയ്യാൻ പോവുകയാണ്. ശ്രദ്ധിച്ചിരിക്കണം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ചോദ്യമാണ്. അതുപോലെ തന്നെ ഈ പെയേഴ്സ് ഓഫ് ഇക്വേഷനിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചോദ്യം നന്നായിട്ട് വായിക്കണം കേട്ടോ. നോക്കിയോട്ടാ, എ ഫ്രാക്ഷൻ simplified after adding 1 to its numerator becomes 1/3. ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അല്ലെ, എന്താണ് ഫ്രാക്ഷൻ, എക്സ് ബൈ വൈ എന്ന് പറയുന്നത് മക്കളെ ഒരു ഫ്രാക്ഷൻ ആണ്. എക്സ് ബൈ വൈ എന്ന് പറയുന്നത് ഒരു ഫ്രാക്ഷൻ ആണ്. ആ ഫ്രാക്ഷന്റെ ഒപ്പം 1 കൂട്ടി, എവിടെ കൂട്ടി, ന്യൂമറേറ്ററിൽ 1 കൂട്ടി അല്ലെ. ഈ എക്സ് എന്ന് പറയുന്നതാണ് ന്യൂമറേറ്റർ, ഈ വൈ എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ. അപ്പൊ എവിടെ കൂട്ടി, എക്സിന്റെ അവിടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും, കിട്ടിയിട്ട് ബിക്കംസ് 1/3. ഒന്നാമത്തെ സെന്റൻസ് മനസ്സിലായ അങ്ങനെ രണ്ടാമത്തെ സെന്റൻസ് കിട്ടും. 1 is added to the denominator simplified it became 1/4 അല്ലെ. എവിടെ കൂട്ടി, y കൂട്ടി, ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ y. അപ്പൊ എങ്ങനെ എഴുതാം x by y plus 1 is equal to 1/4. രണ്ട് നമുക്ക് എന്ത് ചെയ്ത് ഇക്വേഷൻസ് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് ആണെന്ന് പറയുന്നത് ഇതിനെ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുക അല്ലെ. ക്രോസ് എങ്ങനെയാ, ക്രോസ് മൾട്ടിപ്പിൾ എങ്ങനെ ചെയ്യാം ഇങ്ങനെ അല്ലെ. ഒന്ന് നോക്കാട്ടാ, ക്രോസ് മൾട്ടിപ്പിൾ നോക്കാട്ടാ, ശ്രദ്ധിച്ചിരുന്നോട്ടാ. എന്താണ് x പ്ലസ് 1 into 3 is equal to 1 into y അല്ലെ. എന്താണ് ഇനി എന്ത് ചെയ്യാ, ബ്രാക്കറ്റ് എങ്ങനെ ഓപ്പൺ ചെയ്യാ, 3 into x അല്ലെ. 3 into x എന്ത് വരും 3x. 3 into 1 plus 3 is equal to 1 into y. 1 into y. അടുത്ത് നോക്കിയടാ, അടുത്ത് എങ്ങനെ എഴുതാ 4 into x is equal to എന്താണ് 4 into x 4x. y plus 1 into 1 അല്ലെ. y plus 1 into എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, y plus 1 തന്നെ അല്ലെ. 1 into y എന്ന് പറഞ്ഞാൽ y. 1 into y എന്ന് പറഞ്ഞപ്പോ y. അപ്പൊ y plus 1 into 1 എന്ന് പറഞ്ഞാൽ y plus 1 തന്നെ. ക്ലിയർ ആണോടാ, സെറ്റ് അല്ലേടാ. ഇനി നോക്കിയാടാ മക്കളെ, നോക്കിയോടാ, ശ്രദ്ധിച്ചടാ. രണ്ടും എന്തായി y is equal to 3x plus 3. ഇവിടെ നോക്കിയടാ, ഈ വൈയുടെ ഒപ്പം നിൽക്കണ 1 ഇല്ലേ, ഈ 1 ഞാൻ ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവരുന്നത്, അതായത് 4x-ന്റെ അടുത്ത് കൊണ്ടുവരണ്ട. എങ്ങനെ വരും 4x പോസിറ്റീവ് ഇങ്ങോട്ട് വരുമ്പോ -1 is equal to y. രണ്ടും എന്ത് കിട്ടി y is equal to എന്ന് കിട്ടി അല്ലേ. അപ്പൊ ഞാൻ എഴുതേണ്ട, ശ്രദ്ധിച്ചിരുന്നോട്ടെ, ഞാൻ എങ്ങനെ എഴുതാം മോട്ടാ. രണ്ടും y is equal to ആയതുകൊണ്ട് 3x plus 3 is equal to 4x minus 1. ശ്രദ്ധിച്ചിരിക്കണേ. ഇനി എന്താണ് ആ നെഗറ്റീവ് അല്ലെ, എക്സിനൊക്കെ ഒരു സൈഡിൽ ഉണ്ടാവും അല്ലെ. ഞാൻ 3 ഇവിടെ നിർത്തിയിട്ട് 3x അപ്പുറത്ത് കൊണ്ടുപോയിട്ടാ.
ആരുണ്ട് അവിടെ? 4x ഉണ്ട്. 4x പോസിറ്റീവായ 3x അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? -3x അല്ലേ? -3x. ഇനി ഈ നെഗറ്റീവ് 1 ഇങ്ങോട്ട് വരുമ്പോ +1, നെഗറ്റീവ് 1 ഇങ്ങോട്ട് വരുമ്പോ +1, നെഗറ്റീവ് 1 ഇങ്ങോട്ട് വരുമ്പോ +1 അല്ലേ? ഈസിക്കൽ ടു 4 ഈസിക്കൽ ടു എന്താവും? 3 + 1 4. 4x ന്ന് 3x കുറച്ച x, 1x എന്ന് പറഞ്ഞാൽ എന്താണ്? x ആണ്. അപ്പൊ x ഈസിക്കൽ എന്ത് കിട്ടി മക്കളെ? h ഈസിക്കൽ എന്ത് കിട്ടി? 4 കിട്ടി. h ഈസിക്കൽ എന്ത് കിട്ടി? 4 കിട്ടി. ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? h എന്ത് കിട്ടി? 4 കിട്ടി. ഇനി ഇങ്ങനെ y കണ്ടുപിടിക്കാം. ഇവിടെ നമുക്കറിയാം ഈ ഇക്വേഷൻ എടുക്കേണ്ട. ഏത് ഇക്വേഷൻ? ഈ ഇക്വേഷൻ ഞാൻ എടുക്കുകയാണേ. കണ്ടോട്ട് ശ്രദ്ധിച്ചോട്ടാ. y ഈസിക്കൽ ടു 3x + 3. y ഈസിക്കൽ ടു 3x + 3. ഇനി നമുക്കറിയാം x ന്റെ വാല്യൂ അറിയാം. h എത്രയാണ്? 4. h എത്രയാണ് മക്കളെ? 4. 3 × 4 + 3. 3 × 4 + 3. 3 × 4 എന്ന് പറയുന്നത് മക്കളെ 12 + 3. 12 + 3. എത്രയാവും? ആൻസർ എന്താണ്? y ഈസിക്കൽ ടു എന്ത് വരും? 15 അല്ലേ? y ഈസിക്കൽ എന്താണ്? 15. ക്ലിയർ ആണോ? സെറ്റ് അല്ലേടാ? വല്ല പാടുണ്ടോ? ഇല്ല. അപ്പൊ ചോദ്യം നന്നായിട്ട് വായിക്കാട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാട്ടോ. ഇതും ഇമ്പോർട്ടന്റ് ആയ ചോദ്യം കേട്ടോ. ഇതും ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ചോദ്യം വായിക്കാൻ പോണേ. എ പേഴ്സൺ ഇൻവെസ്റ്റഡ് 1 lakh rupees in 2 സ്കീം. ഒരാള് 2 സ്കീമിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എത്ര? 1 ലക്ഷം രൂപ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് കേട്ടോ. നോക്കിയോ മക്കളെ, ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്തേക്കണത് 1 ലക്ഷം. ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് 1 ലക്ഷം കേട്ടോ. വിത്ത് ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് പലിശ നിരക്ക് 7%, 6%, 7%, 6%. ആഫ്റ്റർ 1 year they got 6,750. അതായത് 6,750 രൂപ 2 സ്കീമിനോട് പുള്ളിക്കാരന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ദേ ഇൻവെസ്റ്റ് ഇൻ ഈച്ച് സ്കീം? പുള്ളിക്കാരൻ ഒരു സ്കീമിലിട്ട ക്യാഷ് എത്രയാണ്? 2 സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ? 1 ലക്ഷം രൂപ 2 സ്കീമിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എഴുതുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതുന്നതിന് എന്താണ്? ഇൻവെസ്റ്റ് ഇൻ ഫസ്റ്റ് സ്കീം. ആദ്യത്തെ സ്കീമിൽ ഫസ്റ്റ് സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കണത്, ഫസ്റ്റ് സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഞാൻ എന്ത് കൊടുക്കുകയാണ്? എക്സ് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, രണ്ടാമത്തെ സ്കീമില് ഇൻവെസ്റ്റ് ചെയ്തത് ഞാൻ എന്ത് കൊടുക്കുകയാണെന്ന് അറിയോ? എങ്ങനെ ചെയ്യാം? 1 ലക്ഷത്തിന്ന് എക്സ് കുറച്ചതാണ് രണ്ടാമത്തെ ഇൻവെസ്റ്റ്മെന്റ് അല്ലെ? 1 ലക്ഷത്തിന്ന് എക്സ് കുറച്ചതാണ് രണ്ടാമത്തെ ഇൻവെസ്റ്റ്മെന്റ്. ശരിയല്ലേ? ഞാനിപ്പോ നോക്കിയടാ, ഞാൻ ഒരു 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് 2 സ്കീമിലായിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. ആദ്യത്തെ സ്കീമില് എത്ര? 6,000 രൂപ. അപ്പൊ എങ്ങനെയായിരിക്കും രണ്ടാമത്തെ സ്കീമിന്റെ? 10,000 - 6,000 അല്ലേ രണ്ടാമത്തെ സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അല്ലേ? അപ്പൊ എങ്ങനെ എഴുതാ? ഫസ്റ്റ് സ്കീമില് എക്സ്, അപ്പൊ രണ്ടാമത്തെ സ്കീമിൽ എന്താണ്? ടോട്ടൽ എമൗണ്ടിന്ന് ഈ എക്സ് കുറച്ചതായിരിക്കും രണ്ടാമത്തെ ഇൻവെസ്റ്റ്മെന്റ് അല്ലെ? അപ്പൊ എങ്ങനെ എഴുതാം? 1 ലക്ഷം - x. 1 ലക്ഷം - x. ഡൗട്ട് ഉണ്ടോ? വല്ല പാടുണ്ടോ? ഇല്ല. ഇനി നോക്കിയടാ, ഇൻട്രസ്റ്റ് റേറ്റ് എഴുതാട്ടാ അല്ലേ? ഫസ്റ്റ് സ്കീമിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എഴുതണേ. നോക്കിയോട്ടാ, ശ്രദ്ധിച്ചിരിക്കണേ. എത്ര ശതമാനം? 7% അല്ലെ? പലിശ നിരക്ക് എങ്ങനെയാ കാണാം? ഇൻട്രസ്റ്റ് എങ്ങനെയാ കാണാം? അറിയൂലെങ്കിൽ ഇപ്പൊ പഠിച്ചോട്ടാ. എമൗണ്ട് ഇൻറ്റു ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഇൻറ്റു ഇൻട്രസ്റ്റ് റേറ്റ്, പലിശ നിരക്ക് എത്രയാണോ ബൈ 100. എമൗണ്ട് ഇൻറ്റു എമൗണ്ട് എന്ന് പറയുമ്പോൾ എത്രയാണ് മക്കളെ? ഫസ്റ്റ് സ്കീമിന്റെ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എക്സ് അല്ലെ? ഫസ്റ്റ് സ്കീമിന്റെ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എന്തെന്ന് പറയണേ? എക്സ് അല്ലേ? എക്സ് ഇൻറ്റു ഇൻട്രസ്റ്റ് എത്രയാണ്? 7%. 7/100. ഇതിനെ ഞാനൊന്ന് മാറ്റി എഴുതാം. ഇതിനൊന്ന് തിരിച്ചെഴുതണ്ട. 7 × x എത്രയാണ്? 7x അല്ലേ? ഞാൻ എന്ത് എഴുതി? എങ്ങനെ എഴുതി? ഈസിക്കൽ ടു 7 × x 7x/100.
100. 7x/100. ഇനി അടുത്ത സ്റ്റെപ്പ് ഒന്ന് നോക്കിയാടാ. രണ്ടാമത്തെ സ്കീമിന്റെ ഇതേപോലെ ഒന്ന് കാണണമല്ലോ. വേണ്ടേ? കാണണ്ടേ? രണ്ടാമത്തെ സ്കീമിന്റെ കാണണ്ടേ? ഫസ്റ്റ് സ്കീമിന്റെ അല്ലേ കണ്ടിട്ടുള്ളൂ. നോക്കിയപ്പോ സെക്കൻഡ് സ്കീം ഇട്ടാ. സെക്കൻഡ് സ്കീമിന്റെ നോക്കിയേ മക്കളെ, എന്താ ചെയ്യണ്ടേ? ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അല്ലെ? ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്രയാണ്? 1,00,000 മൈനസ് എക്സ് അല്ലെ? ശരിയല്ലേ? 1,00,000 മൈനസ് എക്സ്. 1,00,000 മൈനസ് എക്സ് ഇൻറ്റു എത്രയാണ്? ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? രണ്ടാമത്തെ 6%. 6% ബൈ പെർസെന്റേജ് ഉള്ള കാര്യം കേട്ടോ. 6 into 6/100. 6/100. ഇതിനെങ്ങനെ എഴുതാം എനിക്ക്? 7 into x എന്ന് പറയുമ്പോ 7x എന്ന് എഴുതി അല്ലേ? അപ്പൊ ഇതെങ്ങനെ എഴുതാം? 6 into 1,00,000. 1 lakh എന്ന് പറയുമ്പോ 6 lakh അല്ലേ? 6 lakh എന്താണ്? മൈനസ് x into 6. 6x by 100/100. ക്ലിയർ ആണോ? സെറ്റ് ആണോ? ഇനി ഒരു കാര്യം, ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം, ഈ രണ്ട് ഇൻട്രസ്റ്റ് റേറ്റിൽ നിന്നാണ്, ഈ രണ്ട് പലിശയിൽ നിന്നാണ് പുള്ളിക്കാരൻ എന്ത് കിട്ടിയത്? 6,750 രൂപ ഒരു വർഷത്തിൽ കിട്ടിയത്. നോക്കാം എങ്ങനെ എഴുതാപ്പോ? എങ്ങനെ എഴുതാം? ഞാൻ ഈ രണ്ടെണ്ണം എടുത്ത് എഴുതാം കേട്ടോ. നോക്കിയടാ. 7x/100 പ്ലസ് 6 lakh minus 6x y/100. ഓക്കെ, ഈസ് ഇക്വൽ ടു 6,750. ഓക്കെ, ഈ രണ്ട് പലിശ നിരക്ക് കൂട്ടിയിട്ടാണ് പുള്ളിക്കാരൻ എന്ത് കിട്ടിയത്? 6,750 രൂപ കിട്ടിയത്. നമുക്കിനി നോക്കാം ഇതിന്റെ എന്തെങ്കിലും സെയിം ആയിട്ടുള്ള കാണണ്ട. ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരുമിച്ച് എഴുതാൻ പറ്റും. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ഒരൊറ്റ ഇതാക്കി എഴുതാൻ പറ്റും. എങ്ങനെ എഴുതാം? ശ്രദ്ധിച്ചേടാ. എങ്ങനെ എഴുതാം? നോക്കിയേ. 7x പ്ലസ് 6 lakh മൈനസ് 6x by 100 ഈസ് ഇക്വൽ ടു 6,750. 6,750. വലിയ പാടുണ്ടാ അല്ലേ? ഈസി അല്ലേ? ഇനി നോക്കിയടാ. ഇനി നോക്കിയേ. ഈ 100 ബൈ 100 ഞാൻ ഈ 6,750 രൂപ അവിടെ കൊണ്ടുവിടും. ബൈ 100 ഈ സൈഡിൽ കൊണ്ടുപോകും വേണ്ട. എങ്ങനെ വരും? 7x പ്ലസ് 6 lakh മൈനസ് 6x ഈസ് ഇക്വൽ ടു 6,750 ഇൻറ്റു 100 അല്ലെ? 6,750 ഇൻറ്റു 100 എത്ര വരും? 6,75,000 അല്ലെ? 2 0 കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി. 2 0 കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി അല്ലെ? അപ്പൊ എങ്ങനെയാണ്? 7x പ്ലസ് 6 lakh മൈനസ് 6x ഈസ് ഇക്വൽ ടു 6,70,75,000. 6,70,75,000 കിട്ടി അല്ലെ? ഇനി എങ്ങനെ എന്താ ചെയ്യാ? ആരൊക്കെ ഉണ്ട് അവിടെ? ആരൊക്കെ ഉണ്ട്? 2 x കാണുക. 7x-ഉം 6x-ഉം. 7x-ഉം 6x-ഉം ഞാൻ അവിടെ നിർത്തേണ്ട. എന്താണ്? 7x മൈനസ് 6x. എന്നിട്ട് ആരെ കൊണ്ടുപോയി? 6,00,000 ഈ 6,70,75,000 കൊണ്ടുപോകണം. ഇവിടെ ആരുണ്ട്? 6,70,75,000 മൈനസ് 6,00,000. ഓക്കെ, 6,70,75,000 6 ലക്ഷം കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 75,000. എത്രയാണ് മക്കളെ? 75,000. എന്തായി? 7x മൈനസ് 6x is equal to എത്ര? 75,000. എത്ര കിട്ടി മക്കളെ? 75,000 കിട്ടി. ഇനി നോക്കിയടാ. 7x ന്ന് 6x കുറച്ച 1x. x എന്ന് പറഞ്ഞാൽ 1x പിന്നെ എഴുതേണ്ടതായിട്ടുണ്ടോ? 1x എഴുതേണ്ടതായിട്ടുണ്ടോ? ഇല്ല. x is equal to എന്തായി? x is equal to എന്തായി മക്കളെ? എന്തായി? 70. x is equal to 70. കേട്ടോ. x is equal to എന്തായി മക്കളെ? x is equal to
h is equal to 70,000. h എത്ര കിട്ടി മക്കളെ? 70,000 കിട്ടി. h is equal to എത്ര കിട്ടി? 70,000. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മൾ എന്ന് പറയുന്നത് അല്ലേ? ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്താണ് മക്കളെ? എന്താണ്? 70,000. ഈ 1,00,000 എന്ത് എച്ച് കുറക്കുന്നതാണ്. എച്ച് എത്രയാണ്? 70,000. അതാണ് പറയുന്നത് സെക്കൻഡ് ഇൻവെസ്റ്റ്മെന്റ്. ഏതാണ്? സെക്കൻഡ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ സെക്കൻഡ് ഇൻവെസ്റ്റ്മെന്റ് എത്രയായിരിക്കും? 100 75 കുറച്ച 25. അപ്പോ 1,00,000 75,000 കുറച്ച് കഴിഞ്ഞാൽ 25,000 അല്ലെ? എന്താണ് സെക്കൻഡ് ഇൻവെസ്റ്റ്മെന്റ്? എന്താണ് മക്കളെ? 25,000. സെറ്റ് അല്ലേടാ? ക്ലിയർ അല്ലേടാ? ഓരോ സ്റ്റെപ്പും ശ്രദ്ധിച്ച് മനസ്സിലാക്കി ചെയ്യാട്ടാ. ചോദ്യം നന്നായിട്ട് വായിക്കാട്ടാ. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാട്ടോ നമുക്ക്. മക്കളെ നമ്മുടെ 5ാമത്തെ ചോദ്യമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യമാണ്. ശ്രദ്ധിച്ചിരിക്കുക എല്ലാവരും. ചോദ്യം നന്നായിട്ട് വായിക്കാട്ടാ. നമുക്കൊന്ന് നോക്കാട്ടാ. ദി പ്രൈസ് ഓഫ് 4 pen and 3 pencil is 66 rupees. 4 പേനയ്ക്കും 3 പെന്നും എത്ര ഐറ്റംസ് ഉണ്ട്? 2 ഐറ്റംസ് ഉണ്ട്. 2 ഐറ്റംസ് ഉണ്ട്. ഏതൊക്കെ? പെന്നും പെൻസിലും. പെന്നിന് ഞാൻ എന്ന് കൊടുക്കണം മക്കളെ. ഞാൻ എടുത്തു തുടങ്ങാൻ പോവാണ്. ശ്രദ്ധിച്ചിരുന്നോളെ. ഫസ്റ്റ് സ്റ്റെപ്പാണ് പെന്നിന് ഞാൻ എന്ന് കൊടുക്കുകയാണ് എക്സ് എന്ന് കൊടുക്കേണ്ട. പെന്നിന് എന്ന് കൊടുക്കുകയാണ് എക്സ്. അപ്പൊ പെൻസിൽ ഞാൻ ശ്രദ്ധിച്ചോട്ടാ. പെൻസിൽ എന്ത് കൊടുക്കണം മക്കളെ? പെൻസിൽ എന്ത് കൊടുക്കണം? വൈ അല്ലെ? പെൻസിൽ എന്ത് കൊടുക്കണം? വൈ. ഒരു പേനയ്ക്ക് എക്സ്, ഒരു പേനയ്ക്ക് എക്സ്, ഒരു പെൻസിലിന് വൈ. ഇവിടെ എത്ര പേന ഉണ്ട്? ഫസ്റ്റ് സെന്റൻസിൽ 4 പേന. എത്ര പേന? 4 പേന. 4 പേന എന്ന് പറയുമ്പോ 4x അല്ലെ? എന്താണ്? 4x പ്ലസ് 3y. 3y വരാൻ കാരണം എന്താ? ഒരു പെൻസിലിന് y, 3 പെൻസിലിന് 3y is equal to 66. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കേണ്ടേ. ഇക്വേഷൻ നമ്പർ 1. അടുത്ത സെന്റൻസ് ഒന്ന് വായിച്ച് ഇപ്പൊ തന്നെ പറഞ്ഞേ. 7 പെന്നാന്ന് പറയുമ്പോ 7x അല്ലെ? 7x പ്ലസ് എത്ര പെൻസിൽ ഉണ്ട്? 3 പെൻസിൽ എന്ന് പറയുമ്പോ 3y is equal to എത്ര? 111. എന്താണ് ഇക്വേഷൻ നമ്പർ? എന്താ മക്കളെ? 2 ആണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അറിയോ? ഇവിടെ 2 ഇതില് നമുക്ക് 2 എക്സും ഉണ്ട് വൈയും ഉണ്ട്. കോമൺ ആയിട്ടുള്ള ഇതിൽ നമ്പേഴ്സ് നോക്കണം. കോമൺ ആയിട്ടുള്ള ഇതിൽ നമ്പേഴ്സ് ഉണ്ട്. ഇവിടെ കോമൺ ആയിട്ടുള്ള ഏതാണ് ഇതിൽ കാണാൻ പറ്റുന്നുണ്ടോ? കാണണം. ഒന്നെങ്കിൽ ഏതൊരു ടൈം കുറയ്ക്കാൻ പറ്റണം, ഏതൊരു ടൈം ക്യാൻസൽ ചെയ്ത് വേണം. അതാണ് നമുക്ക് വേണ്ടത്. എന്നാലേ ഒരെണ്ണത്തിന്റെ വില കിട്ടുള്ളൂ. എക്സിന്റെ ആയാലും വൈയുടെ ആയാലും ഒരെണ്ണത്തിന്റെ വില കിട്ടണമെങ്കിൽ ഏതിലൊക്കെ കൂട്ടിയിട്ടായാലും കുറച്ചിട്ടായാലും എന്ത് ചെയ്തിട്ടായാലും എന്ത് ചെയ്യണം? നമുക്ക് ആ വാല്യൂ കിട്ടണം. അതായത് ഒരെണ്ണത്തിന് കിട്ടണം. ഒരെണ്ണത്തിന് എന്തായാലും ക്യാൻസൽ ചെയ്ത് വേണം. അപ്പോ അതിനു വേണ്ടി ഇവിടെ കോമൺ ആയിട്ടുള്ള 3 അല്ലെ? 3y രണ്ടിലും എന്താണ്? 2 ഇക്വേഷനിലും കോമൺ ആണ് ആര്? 3y. 3yനെ കുറച്ച് കഴിഞ്ഞാൽ എന്താവും? 0 ആവും. 3yനെ കുറച്ച് കഴിഞ്ഞാൽ എന്താവും മക്കളെ? 0 ആവും. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം അറിയോ? ഇക്വേഷൻ നമ്പർ 2യിൽ നിന്ന് ഇക്വേഷൻ നമ്പർ കുറയ്ക്കേണ്ട. ഞാൻ ഒന്നുകൂടെ എഴുതണേ. 7x പ്ലസ് 3y is equal to 111. ഇക്വേഷൻ നമ്പർ 2. ഡൗട്ട് ഇല്ലല്ലോടാ? അടുത്തൊന്ന് നോക്കിയടാ. ഒന്നാമത്തെ ഇക്വേഷൻ ആയ 4x പ്ലസ് 3y is equal to 66 അല്ലെ? കുറയ്ക്കാം. കുറച്ച് നോക്കിയടാ. ആദ്യം കുറക്കുമ്പോ എന്താ ചെയ്യണ്ടേ? ഈ സൈഡിൽ നിന്ന് ആദ്യം കുറയ്ക്കണം അല്ലെ? ലെഫ്റ്റ് സൈഡിൽ നിന്ന് ആദ്യം കുറയ്ക്കണം. ഓക്കെ. 111 66 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ് മക്കളെ? ഒന്ന് കുറച്ചേടാ. എല്ലാവർക്കും കുറക്കാൻ അറിയൂലേ? ഒന്ന് നോക്കിയടാ. എങ്ങനെ കുറയ്ക്കാം? 111 66 കുറച്ച് കഴിഞ്ഞാൽ പോകൂല. കടം വാങ്ങണം. 0 ആയി. 11 11 അല്ലെ? എത്ര ആവശ്യം ഉണ്ട്? എത്രയായി? 11 6 പോയി കഴിഞ്ഞാൽ എത്രയാണ് മക്കളെ? 5. എത്രയാണ് മക്കളെ? 5. ഇതെന്തായി? 0 ഇവിടെ എന്തായി? ഇവിടെ 0 ആയി. ഇവിടെ എന്തായി? 10 ആയി അല്ലെ? 10 6 പോയി കഴിഞ്ഞാൽ 4. അപ്പൊ എന്തായി? ഇവിടെ എന്തായി? 45 is equal to ഈ 3y കുറച്ച് കഴിഞ്ഞാ അല്ലെ? 3y കുറച്ച് കഴിഞ്ഞാ 0 പ്ലസ് 7 4 കുറച്ച് എത്രയാണ് മക്കളെ? 7 4 കുറച്ച് എത്ര ഉണ്ടാ? 3 അല്ലേ? അപ്പൊ എന്തെന്ന് എഴുതാം? 3x. എന്താണ്? 3x
ഇനി എങ്ങനെയാണ് 3x is equal to 45 ഇനി x എങ്ങനെയാണ് 3യുടെ ഒപ്പം ആരാണോ അവരെ കൊണ്ടുപോകണം അല്ലെ 3യുടെ എക്സിനെ അവിടെ നിർത്തിയിട്ട് 3നെ കൊണ്ടുപോകണം നമുക്ക് നോക്കാം എക്സിനെ അവിടെ നിർത്തിയിട്ട് 3നെ കൊണ്ടുപോകുമ്പോ എന്താണ് മൾട്ടിപ്ലിക്കേഷൻ 3 അങ്ങോട്ട് പോകുമ്പോ ഡിവിഷൻ 3 അല്ലെ ഡിവിഷൻ 3 മൾട്ടിപ്ലിക്കേഷൻ അപ്പുറത്ത് പോകുമ്പോ എന്താ മക്കളെ ഡിവിഷനും പോസിറ്റീവ് അപ്പുറത്തടിക്കുമ്പോ നെഗറ്റീവ് അല്ലെ പോസിറ്റീവ് പോകുമ്പോ നെഗറ്റീവ് മൾട്ടിപ്ലിക്കേഷൻ പോകുമ്പോ ഡിവിഷൻ ഇനി നോക്കാം 45 ഹരിക്കാൻ അറിയില്ല എല്ലാവർക്കും അറിയൂലേ 45 എത്ര 3 ഉണ്ട് എത്ര 3 ഉണ്ട് നോക്കാം 1 3 എത്ര 1 ശേഷം കുറച്ച് കഴിഞ്ഞാൽ 1 15 എത്ര പ്രാവശ്യം 5 × 3 ആണ് 15 5 × 3 ആണ് 15 എത്ര കിട്ടി h is equal to 15 h കിട്ടി h എന്താണ് പെൻ കിട്ടി പെൻ എത്രയാണ് പെൻ എത്ര രൂപ 15 അങ്ങനെയാണെങ്കിൽ y-നെ നമ്മൾ കണ്ടുപിടിക്കണം y-നെ കണ്ടുപിടിക്കാനായിട്ട് ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കാം ഞാൻ ഈ ഫസ്റ്റ് ഇക്വേഷൻ എടുക്കേണ്ട ഫസ്റ്റ് ഇക്വേഷൻ ഞാൻ എടുത്ത് ഒന്നുകൂടി എഴുതാൻ പോവേണേ ശ്രദ്ധിച്ചിരുന്നോളൂ കേട്ടോ ഫസ്റ്റ് ഇക്വേഷൻ ഞാൻ ആരെ കണ്ടുപിടിക്കാൻ പോണ y-നെ x-നെ കണ്ടുപിടിച്ച് കഴിഞ്ഞ് y-നെ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ആദ്യത്തെ ഇക്വേഷൻ 4x plus 3y 4x plus 3y is equal to 66 അപ്പൊ എന്താ x അറിയാം നമുക്ക് x അറിയാം അപ്പൊ x എന്ന് എഴുതേണ്ട കാര്യം ഉണ്ടാ ഇല്ല എങ്ങനെ എഴുതാ 4 into 15 plus 3y is equal to 66 ഓക്കെ ഇനി നോക്കിയടാ 4 into 15 എത്രയാണ് 60 അല്ലേ 4 into 15 എത്രയാണ് സംശയം ചെയ്ത് നോക്കണോട്ടാ സൈഡിൽ ചെയ്ത് നോക്കണം കേട്ടോ എങ്ങനെ ചെയ്ത് നോക്കുക എങ്ങനെയാണ് 15 into 4 എത്രയാ 4 5 20 2 6 കണ്ടില്ലേ 60 ട്ടാ 60 plus 3y is equal to 66 ഞാൻ എന്താ ചെയ്യാ ഈ 60നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകണം അപ്പുറത്തെ 66നെ എടുത്ത് കൊണ്ടുപോകണം ഇവിടെ ആരുണ്ടപ്പോ 3y is equal to 66 minus 60 ഇനി നോക്കിയടാ 3y is equal to 66ൽ നിന്ന് 60 കുറച്ചാ എത്രയാണ് മക്കളെ എത്രയുണ്ടാ 6 ഇനി y-നെ കണ്ടുപിടിക്കാൻ വേണ്ടി y-യുടെ ഒപ്പമുള്ള നമ്പർ ഏതാണ് 3 എന്ത് 3 ആണ് മൾട്ടിപ്ലിക്കേഷൻ 6ന്റെ അടുത്ത് പോകുമ്പോൾ എന്താവും ഡിവിഷൻ ആവും അല്ലേ അപ്പൊ y is equal to 6/3 അപ്പൊ y എന്ത് കിട്ടി y is equal to 2 ക്ലിയർ ആണോ ഇപ്പോ 5 ചോദ്യം നമ്മൾ ചെയ്തിട്ടുണ്ട് 5 ചോദ്യം ഉണ്ട് ആറാമത്തെ ഒരു ചോദ്യം കൂടെ ഉണ്ട് ഇതേപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ഹോംവർക്ക് ആണ് ട്ടാ ഇതെന്താണ് ഹോംവർക്ക് ആണ് ഒന്ന് ചെയ്ത് പഠിക്കട്ടാ അതേ ചോദ്യം തന്നെ ഞാൻ നമ്പേഴ്സ് മാത്രം മാറ്റിയിട്ടുള്ളൂ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യമാണ് ചാപ്റ്റർ ഇവിടെ തീർന്നിട്ടില്ല ഇനിയും കുറച്ച് കൂടുതൽ പഠിക്കാനുണ്ട് അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോയില് എന്തായാലും അടുത്ത കുറെ ഇമ്പോർട്ടന്റ് ചോദ്യമായിട്ടും എന്തായാലും വരും അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഇത്രയും ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഓക്കെ താങ്ക് യു